പാലക്കാട് എം.എൽ.എയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒട്ടേറെ വനിതകൾ പീഡന ആരോപണം ഉന്നയിച്ചെങ്കിലും ആർക്കും രേഖാമൂലം പരാതിയില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ മറുപടി. ഒടുവിൽ ഒന്നിലധികം വനിതകൾ പീഡനവും ഭ്രൂണഹത്യയും രാഹുലിനെതിരെ ഉന്നയിച്ചപ്പോഴും പുറത്താകാതെ അകത്താക്കി കോൺഗ്രസ് സംരക്ഷിച്ചു. ഒടുവിൽ കോടതി ജാമ്യം നിഷേധിക്കേണ്ടി വന്നു രാഹുലിനെ കോൺഗ്രസിന് താൽക്കാലികമായി പുറത്താക്കാൻ. മറ്റ് കോൺഗ്രസിലെ 2 എം.എൽ.എമാർ നിലവിൽ ബലാത്സംഗ കേസിൽ വിചാരണ നേരിടുന്നവരാണ്. ഒരാൾ കോവളം എം.എൽ.എയും കെ.പി.സി.സി വൈസ് പ്രസിഡന്റുമായ എം വിൻസെന്റും, രണ്ടാമത്തെ ആൾ പെരുമ്പാവൂർ എം.എൽ.എ എൽദോസ് കുന്നപ്പിള്ളിയും. ബലാത്സംഗ കേസിൽ അഭിരമിച്ച കോൺഗ്രസ് എം.എൽ.എമാർ ഇങ്ങനെ മുന്നേറുമ്പോൾ അവർക്ക് ഒളിസങ്കേതം ഒരുക്കാനും മറ്റ് സഹായങ്ങൾ നൽകുവാനും ഗ്രൂപ്പ് ഭേദമന്യേ നേതാക്കൾ ക്യൂ നിൽക്കുകയാണ്. 2017 ബാലരാമപുരം സ്വദേശിനിയെ പീഡിപ്പിച്ച കേസിൽ 1 മാസത്തിലേറെയാണ് എം വിൻസെന്റ് റിമാൻഡിൽ കഴിഞ്ഞത്. എം വിൻസെന്റ് മാനസികവുമായും ശാരീരികവുമായും പീഡിപ്പിച്ചതിനെ തുടർന്ന് ഭാര്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതിക്കാരൻ പോലീസിനെ സമീപിച്ചത്. ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനാണ് എം.എൽ.എക്കെതിരെ ആദ്യം കേസെടുത്തത്. കേസിന്റെ പ്രാധാന്യം പരിഗണിച്ച DGP ലോക്നാഥ് ബെഹ്റ അന്വേഷണം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അജിത ബീഗത്തെ ഏൽപ്പിക്കുകയായിരുന്നു. ഇവർ പിന്നീട് വീട്ടമ്മയുടെ രഹസ്യമൊഴിയെടുത്തു. അതിനിടെ കേസുമായി ബന്ധപ്പെട്ട എം.എൽ.എ വീട്ടമ്മയുടെ ബന്ധുവിനെ സ്വാധീനിക്കാൻ നടത്തിയ ഫോൺ സംഭാഷണവും പുറത്തായിരുന്നു. ഇതോടെയാണ് വിൻസെന്റ് എം.എൽ.എയുടെ തനിനിറം പുറത്തറിഞ്ഞത്. 2017 ജൂലൈ 22-നാണ് വിൻസെന്റിനെ അറസ്റ്റ് ചെയ്തത്. എം.എൽ.എയെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിൻ്റെത്. ഇരയായ വീട്ടമ്മയെ കോൺഗ്രസുകാർ നിരന്തരം അധിക്ഷേപിച്ചു. കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. വിചാരണ നെയ്യാറ്റിൻകര സബ് കോടതിയിൽ ഇപ്പോഴും നടക്കുകയാണ്. ബലാത്സംഗ കേസിൽ 2022 ഒളിവിൽ പോയ മറ്റൊരു കോൺഗ്രസ് നേതാവാണ് പെരുമ്പാവൂർ എം.എൽ.എ എൽദോസ് കുന്നപ്പിള്ളി. തിരുവനന്തപുരത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന എറണാകുളം സ്വദേശിനിയായ അധ്യാപികയെ 1-ലേറെ തവണ ബലാത്സംഗം ചെയ്തെന്നും കോവളത്ത് വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നുമായിരുന്നു പരാതി. തിരുവനന്തപുരം കോടതിയിൽ എൽദോസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് പരാതിക്കാരി ഇക്കാര്യം അറിയിച്ചത്. മുൻകൂർ ജാമ്യത്തിൽ വിധി പറയുന്നതിനു മുൻപായി തന്റെ വാദം കേൾക്കണമെന്ന പരാതിക്കാരിയായ യുവതിയുടെ ആവശ്യം അംഗീകരിച്ചാണ് കോടതി വാദം കേട്ടത്. അപ്പോഴായിരുന്നു അധ്യാപികയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. നെയ്യാറ്റിൻകര ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിൽ ഈ കേസിന്റെ വിചാരണ ഇപ്പോഴും നടക്കുകയാണ്. ഗുരുതര കേസായിട്ടും കോൺഗ്രസ് നടപടിയെടുത്തില്ലെന്നു മാത്രമല്ല, കോൺഗ്രസ് ഭാരവാഹിയായ എൽദോസ് ഇപ്പോഴും വിലസുന്നു.